ബി.ജെ.പി. നേതാവ് സി കൃഷ്ണകുമാർ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലങ്ങളിൽ തെറ്റായ വിവരം നൽകിയെന്ന് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ. കൃഷ്ണകുമാറിനെതിരെ കോടതിയെ സമീപിക്കും. GSTയുമായി ബന്ധപ്പെട്ട് ബാധ്യതയില്ലെന്നും കമ്പനികളിൽ ഷെയറില്ലെന്നും കൃഷ്ണകുമാർ കള്ളം പറഞ്ഞുവെന്ന് സന്ദീപ് വാര്യർ ആരോപിച്ചു. കൃഷ്ണകുമാറിന് കമ്പനിയിൽ ഷെയർ ഉണ്ട് എന്നതിന്റെ തെളിവുകളും സന്ദീപ് വാര്യർ പുറത്തുവിട്ടു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമയത്ത് എന്റെ ചോദ്യം പാലക്കാട്ടെ അന്നത്തെ റിട്ടേണിംഗ് ഓഫീസർ അടക്കമുള്ള ഇലക്ഷൻ കമ്മീഷനോടാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമയത്ത് ഇതൊരു പരാതിയായി ഇലക്ഷൻ കമ്മീഷന്റെ മുൻപാകെ വന്നിരുന്നോ? വന്നിട്ടുണ്ടെങ്കിൽ പരാതിക്കാരനെ നിങ്ങൾ ഹിയറിംഗിന് വിളിച്ചിരുന്നോ? ഹിയറിംഗിന് വിളിക്കാതെ നിങ്ങൾ ഈ പരാതി അട്ടിമറിക്കുകയാണോ ചെയ്തത്? ഈ 3 ചോദ്യങ്ങൾ ഇലക്ഷൻ കമ്മീഷന് മുൻപാകെ ഉന്നയിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പാലക്കാട്ടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ ഈ ഇലക്ഷൻ ഫ്രോഡിന് കൂട്ടുനിന്നു എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഞാൻ നിങ്ങളുടെ മുൻപാകെ ഉന്നയിക്കുന്നത്. ഇതിന് മറുപടി പറയുന്നത് കൃഷ്ണകുമാർ അല്ല, ഇലക്ഷൻ കമ്മീഷനാണ്. കൃഷ്ണകുമാർ ഒരു ഹാബിച്വൽ ഒഫൻഡറാണ്, സ്ഥിരമായി നുണ പറയുന്നയാളാണ്, നുണ പറയുന്നതിൽ വൈദഗ്ധ്യമുള്ളയാളാണ്. 100 തവണ ഒരു നുണ പറഞ്ഞാൽ സത്യമാകും എന്ന് വിശ്വസിക്കുന്ന ഗീബൽസിയൻ തന്ത്രം പ്രയോഗിച്ച് ഏത് നുണയെയും ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നയാളാണ്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയേണ്ടത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഈ പരാതി റിട്ടേണിംഗ് ഓഫീസർ മുൻപാകെ വന്നപ്പോൾ അങ്ങനെ പരാതി വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹിയറിംഗിന് വിളിച്ചിട്ടുണ്ടോ? ഹിയറിംഗിന് വിളിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ എന്താണ് കാരണം? ആരൊക്കെയാണ് അതിന് പുറകിൽ കളിച്ചത്? സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ്, ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ മുന്നോട്ട് വെക്കുന്നത്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണോ ഈ ആരോപണങ്ങൾ? അമൃത, സി കൃഷ്ണകുമാറിനെതിരെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വലിയ ക്രമക്കേട് നടത്തി എന്നുള്ളൊരു ആരോപണമാണ് ഇദ്ദേഹം സന്ദീപ് വാര്യർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലം നൽകുമ്പോൾ, അഫിഡവിറ്റ് നൽകുമ്പോൾ അതിൽ എല്ലാ വിവരങ്ങളും സത്യസന്ധമായി തന്നെയാണ് രേഖപ്പെടുത്തേണ്ടത്. അങ്ങനെ രേഖപ്പെടുത്താതെ ഈ ഒരു വ്യക്തി വിജയിച്ച് MLAയോ MP യോ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളായി കഴിഞ്ഞാൽ അത് അയോഗ്യതയ്ക്ക് വരെ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഈ മറ്റ് ക്രിമിനൽ നടപടികൾ കൂടി ഉണ്ടാകും എന്നുള്ളതാണ്. ഇപ്പോൾ ശ്രീ കൃഷ്ണകുമാർ എന്തായാലും ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും കഴിഞ്ഞ പാലക്കാട് നിയമസഭയിലെ ഉപതെരഞ്ഞെടുപ്പിനും മത്സരിച്ചതിൽ ഈ തെറ്റായ വിവരങ്ങൾ നൽകി. ഇതിന് കോടതിയെ സമീപിക്കുമെന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹം വിജയിച്ചില്ല, പരാജയപ്പെട്ട ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് കോടതിയെ സമീപിക്കും എന്നാണ് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തിന്റെ 2 അഫിഡവിറ്റിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെയും അഫിഡവിറ്റുകളിൽ ഈ GST ഡ്യൂ ഇല്ല എന്നുള്ളതാണ്. അതിൽ കൃത്യമായി ചോദിക്കുന്നുണ്ട് GSTയുടെ എന്തെങ്കിലും ബാധ്യതകൾ ഉണ്ടോ എന്നുള്ളത്. അതിൽ GST ബാധ്യതകൾ ഇല്ല എന്നുള്ളതാണ്, നിൽ എന്നുള്ളതാണ് നൽകിയിരിക്കുന്നത്. അത് ലോക്സഭയ്ക്കും ഉപതെരഞ്ഞെടുപ്പിനും സമാനമായ കാര്യമാണ് ഈ നൽകിയിരിക്കുന്നത്. എന്നാൽ GST വകുപ്പ് ഈ അയച്ച കത്തിൽ കൃത്യമായി അതിൽ ഒരു കമ്പനിയുടെ 3 പേർക്കാണ് അയച്ചിരിക്കുന്നത്. അതിൽ 3ാമത്തെ പേര് സി കൃഷ്ണകുമാറിൻ്റെയാണ്. അദ്ദേഹത്തിൻ്റെ കൽപ്പാത്തിയിലെ അയ്യപുരം വീടിൻ്റെ അഡ്രസ് ഉൾപ്പെടെ ഉള്ള കത്താണ് GST വകുപ്പ് നൽകിയിരിക്കുന്നത്. അങ്ങനെ GST ബാധ്യത ഉണ്ടായിരിക്കെ ഇല്ല എന്ന് രേഖപ്പെടുത്തി എന്നാണ് 1ാമത്തെ ആരോപണം. 2ാമത്തെ ആരോപണം, ഏതെങ്കിലും കമ്പനികളിൽ ഷെയർ ഉണ്ടോ, ഈ കാൻഡിഡേറ്റിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയോ ഇല്ലെങ്കിൽ ഭർത്താവോ അവരുടെ ഇണയ്ക്കോ ഷെയർ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതിനും ഇല്ല എന്നുള്ള മറുപടിയാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് രജിസ്ട്രേഷന് ഈ കൃഷ്ണകുമാറും അദ്ദേഹത്തിൻ്റെ പാർട്ണർമാരും അയച്ച കത്തും സന്ദീപ് വാര്യർ പുറത്തുവിടുന്നുണ്ട്. ഇതിൽ ഇവരുടെ ആണ് ഈ കമ്പനി എന്നുള്ളത്. അത് കൈറ്റ്സ് ലോജിസ്റ്റിക്സ് എന്നാണ് ആ കമ്പനിയുടെ പേര്. ഇങ്ങനെ കൈറ്റ്സ് ലോജിസ്റ്റിക്സ് എന്ന കമ്പനിയിൽ തങ്ങൾ പാർട്ണർമാരാണ് എന്നൊരു കത്ത് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് രജിസ്ട്രേഷന് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ രേഖകളും പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ 2 കാര്യങ്ങളാണ് തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നത്. ഒന്ന്, ഏതെങ്കിലും കമ്പനിയിൽ പാർട്ണറാണോ എന്ന ചോദ്യത്തിന് അല്ല എന്ന ഉത്തരം നൽകിയിരിക്കുന്നു. GST ബാധ്യത ഉണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന
ഉത്തരമാണ് നൽകിയിരിക്കുന്നത്. ഇത് തുടർച്ചയായി ഇത്തരത്തിലുള്ള ഒരു സത്യവാങ്മൂലങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഹാജരാക്കുന്നു എന്ന ഗുരുതരമായ ആരോപണം തന്നെയാണ് സന്ദീപ് വാര്യർ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ രേഖകളും അദ്ദേഹം പുറത്തുവിട്ടിട്ടുണ്ട്. സി കൃഷ്ണകുമാർ ഇതിന് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം തിരുവനന്തപുരത്താണ് നിലവിൽ ഉള്ളത്. ശരി സാജ്.